അടുത്ത് അവരെ എറിഞ്ഞത്? എറിഞ്ഞല്ല പിന്നെ എന്റെ നമ്മളെ ഏരിയയിൽ സ്നേഹം ഉണ്ടാ. സൂപ്പർ. നമ്മുടെ പയ്യന്മാര് വേറെ ലെവലാട്ടാ. എടാ എന്റെ പൊന്നൂന് എന്നെ ഇഷ്ടപ്പെടുവോളിയാ? എടാ നീ സൂപ്പറാടാ, നീ കിടക്കടാ, മഞ്ഞ പാന്റ് കിടക്കടാ, സൂപ്പറാ. പിന്നെ നിനക്കറിയാലോ മാളു എന്നെ ചതിച്ചിട്ട് പോയി. അതുകൊണ്ട് അവിടെ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെയാണ് ഞാൻ പൊന്നൂനെ ഇൻസ്റ്റാഗ്രാം വഴി സെറ്റ് ആക്കിയത്. അവളെയും കൊണ്ട് ഞാൻ എവിടെ ഒളിച്ചോടി പോകൂടാ? എടാ കണ്ണാപ്പികളെ നോക്കാത്ത പെണ്ണുങ്ങൾ ഈ കേരളത്തിൽ ഇല്ലടാ. അതുകൊണ്ട് ഇവളെ കൊണ്ട് ഞാൻ ഇവിടെ പോകൂടാ. എടാ നീ പേടിക്കാൻ നീടാ. നിന്റെ പൊന്നു വന്നു കഴിഞ്ഞാൽ പൊന്നിനെ കൊണ്ട് നേരെ നമ്മൾ ബോംബെക്ക് പോകുന്നു. ആ ബോംബെയിലാണുണ്ടോ? ബോംബെ എത്ര അടച്ചു പൂട്ടിയിട്ടേക്കടാ. അതല്ല, നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടാന്ന്? ഉണ്ട്. ആരുണ്ട്? എന്റെ സ്വന്തക്കാര് മൊത്തം ബോംബെയിലല്ലേ. അത് മതി അത് മതി. പക്ഷെ വേറൊരു കാര്യം വിളിയാ, ഈ പൊന്നൂനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയാലേ എന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടൂലടാ. എടാ നീ എന്നെ അങ്ങനെ കാണണം. നീ അങ്ങനെ എന്നെ കാണണം. എന്ത്? എടാ കണ്ണാപ്പി, എടാ നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ കാണൂലേ? എടാ എനിക്ക് ധാരാളം സമ്പത്തുണ്ടാ. നിനക്ക് എന്തോ സമ്പത്താ ഉള്ളത്? എന്റെ അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. എന്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. എന്റെ വീട്ടിൽ 5 പ്രാവുണ്ട്. ലവ് ബേർഡ്സ് ഉണ്ട്. ടാങ്കില് ഗപ്പിയും സാരിയും കിടപ്പുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എന്റെ അമ്മ തൊഴിലുറപ്പം കഴിഞ്ഞ് വരുമ്പോ പാപം മേടിച്ചുകൊണ്ട് വരും. കള്ളച്ചോറ് നിന്നോണ്ടിരിക്കുന്ന ഞാൻ ആരടാ? എനിക്ക് അത് മതിയടാ പട്ടി. പട്ടി വിളിച്ചാടാ പന്നി. പട്ടിന്നല്ല, അത് മതിയടാ ബഡ്ഡി. അളിയ പക്ഷെ ഞാൻ ഈ പൊന്നൂനെ കൊണ്ടുവന്നാലേ അവിടെ ആങ്ങളമാരെങ്ങനെ എന്നെ വന്ന് ഇടിക്കൂടാ? എനിക്കൊരു ട്രെയിൻ കിട്ടോ ഓടിക്കാൻ? നിനക്ക് എന്താ ചിണ്ടാപ്പി? എന്റെ കണ്ണാപ്പിയെ തൊട്ടാ ഒരു ചെറിയ പ്ലെയിൻ കിട്ടോ? ട്രെയിൻ എന്തിനാ? ചിറ കുടിക്കുന്ന അവിടെ കിടക്കണം. എന്റെ പൊന്നെ ചിണ്ടാപ്പി, നിനക്ക് എന്താ ചിണ്ടാപ്പി? നിനക്ക് വണ്ടി കൊച്ചിക്ക് എന്തിനാ? മെട്രോ പില്ലർ ഇടിച്ച് തകർക്കുക. ചിണ്ടാപ്പി അടങ്ങടാ. എന്താടാ ചിണ്ടാപ്പി? വലിച്ചടാ. നമ്മളറിയാതെ എവിടെന്നോ എടുത്ത് വലിച്ചടാ. നീ എന്താ ഈ കാണിക്കണെന്ന്? എടാ ഞാൻ എന്തായാലും പൊന്നുമായിട്ട് അങ്ങ് പോവും. പിന്നെ നിന്റെ കാര്യം ഓർക്കുമ്പോഴാണ്. നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാവും. ഞാൻ ആത്മഹത്യ ചെയ്യും. നീ ആത്മഹത്യ ചെയ്യണ്ട. നിനക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈൻ അടിച്ച പോലെ നീ ഒരു പെണ്ണിനെ അങ്ങ് ലൈൻ അടിതാ. എനിക്ക് പറ്റില്ല, അതിനുള്ള ബുദ്ധി എനിക്കില്ല. ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ഈ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ വളയ്ക്കാനാണ് എളുപ്പം. കൈക്കറിയിരിക്കല്ലേ? അതായത് അവരുടെ ഇൻസ്റ്റാഗ്രാം ID നമ്മൾ എടുക്കുന്നു, നിരന്തരം മെസ്സേജ് അയക്കുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, സുഖമാണോ? ഇവളുമാര് മെസ്സേജ് തിരിച്ചയക്കൂല. 1 മാസം കഴിയുമ്പോ വിചാരിക്കും ഏതോ ഒരു നാണം കെട്ട് അയക്കുന്നല്ലോ. അപ്പൊ അവളുമാര് തിരിച്ചയക്കും 2A. സുഖമാണോന്ന് എന്റെ മറുപടിയാ. നീ ആ A കേറി പിടിക്കണം. പിടിക്കാൻ അറിയാമോ? ആണല്ലേ? അത് മതി. നിനക്ക് പെണ്ണ് സെറ്റാവും. നിനക്ക് എന്റെ പൊന്നൂനെ കാണണ്ടേടാ. എനിക്ക് കാണണം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ച എന്റെ പൊന്നു കുന്നിക്കുരു കണ്ണവൾക്ക് നോക്കണ നോട്ടം കണ്ട. എടാ എന്തോ അല്ലേ, പൊന്നു വരും. പൊന്നൂനെ ഒന്ന് എനിക്ക് ഇംപ്രസ് ചെയ്യണം. അതിൽ കിടക്കൊരു സംഭവമുണ്ട്. എന്താ? പെണ്ണുങ്ങൾ പെട്ടെന്ന് കോമഡിയിൽ വീഴും. കോമഡി വീഴുവോ? പിന്നെ എനിക്ക് കോമഡി അറിയത്തില്ലല്ലോ. കോമഡി എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. സംഭവം വേറൊന്നുമില്ല. കായ് തുടങ്ങി അപ്പിയിൽ അവസാനിക്കുന്ന ഒരു പേര് പറഞ്ഞാൽ മതി. കായ് തുടങ്ങി അപ്പി അവസാനിക്കുന്ന പേരാ? നീ എന്തോന്ന്? കണ്ണാപ്പി. അളിച്ച കോമഡി ചെബുക്കലടിച്ചാൻ പൊട്ടിക്ക്. ഞാൻ അവക്ക് വല്ലതും മേടിക്കാൻ പോവാ. ഇഷ്ടപ്പെട്ടൊരു കാര്യം മേടിച്ചോ? തിയേറ്ററിൽ കിട്ടുന്ന പൊരി മേടിച്ചോ? യു മീൻ പോപ്കോൺ? അറിയത്തില്ലല്ലേ? കിട്ടില്ല. അതാ എനിക്ക് മനസ്സിലായത്. കണ്ണാപ്പി കണ്ണാപ്പി കണ്ണാപ്പി. സ്കൂൾ വിട്ട് നേരെ വീട്ടിൽ പോകാൻ. പാർക്കിൽ ഒറ്റയ്ക്ക് വരരുത്. രക്ഷകർത്താക്കളും ഒത്തു മാത്രമേ വരാവൂ. വീട്ടിൽ പോ. വീട്ടിൽ പോടാന്നാ അങ്കിളിന്ന് വിളി. അങ്കിളാ? പിന്നെ വയസ്സിന് മൂത്തര അങ്കിൾ തന്നെ വിളിക്കാനുള്ള. എടാ എന്റെ നല്ല പ്രായത്തിൽ നോക്കിയായിരുന്നെങ്കിൽ നിന്നെക്കായും വലിയ മക്കൾ എനിക്കുണ്ടായാനെ. നോ പ്രോബ്ലം. എന്താ സംഭവം? എന്താണ്? കണ്ണാപ്പി വേണം. കടുങ്കാപ്പി വേണമെങ്കിൽ കടുങ്കാപ്പി ഇല്ലെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്ത് ഞാൻ പരിചയപ്പെട്ട എന്റെ കണ്ണാപ്പിയുടെ പൊന്നുമാണ് ഞാൻ. പൊന്നു 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 കണ്ണാപ്പി അവിടെ. കണ്ണാപ്പി പിന്നെ വരും. ഞങ്ങൾക്ക് ബോംബെക്ക് പോണെന്ന്. ബോംബെക്ക് അല്ല, പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലേ, പിന്നെ അവന് വേറൊരു വിഷയമുണ്ട്. അതുകൊണ്ട് എന്ത് വിഷയം? വിഷയം വേറെ ഒന്നുമല്ല.
സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ മറ്റേ ഇവര് വരും, സദാനന്ദ പോലീസ് വരും. സദാനന്ദ പോലീസ് ഇവിടെ ഈ സാധാരണ ഈ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ആക്രമിക്കുന്ന. എടാ അത് സദാചാര പോലീസ്. അത് തന്നെ. അത് ഈ ഏരിയയിൽ വരൂല. പിന്നെ അവിടെ കുറ്റിക്കാട് കണ്ടോ, അവിടെ വെള്ളം മറിച്ചിട്ടേക്കണോ, അതിന്റെ അടിയിലാണ് വന്നത്. എന്നെ അടി അവന്മാരടിക്കണമെന്ന് അറിയാം. അപ്പൊ ഓഡീഷൻ ഒന്നും അല്ല, കംപ്ലീറ്റ് ആക്ടറാണ്. കണ്ണാപ്പി വരും അടങ്ങി ഒതുങ്ങി അവിടെ ചെറുക്കതിന് ഒരു കാര്യം ചെയ്യാം, കണ്ണാപ്പിക്ക് ഞാൻ ഒരു സർപ്രൈസ് കൊടുത്താലാ? നിങ്ങൾ എന്നെ അവനൊരു സർപ്രൈസ് ആണ്. ചെറുക്കൻ്റെ അടുത്ത് ഞാൻ എന്തായാലും പറയും, എന്റെ മക്കളിപ്പോ പോണ്ട. എന്റെ പൊന്നിനെ ഞാൻ കാണട്ടെ. വേണ്ട, എന്റെ പൊന്നിനെ ഒന്ന് കാണിക്കാം മാമി, ഒന്ന് കാണിക്കാം. അവസാനമായിട്ട് ഞാൻ പൊന്നിനെ ഒന്ന് കാണട്ടോ. മക്കള് കാണണ്ട. ഇന്നലെ കൂടെ കണ്ടാണോ മാമി പൊന്നിനെ ഞാൻ കണ്ടോ? കാണു പോ. കണ്ണാപ്പി ആര്? എടാ നിന്റെ പൊന്നുവാടാ ഞാൻ പൊന്നു. ഈ പൊന്നൂനെയാണോ ഞാൻ ഉറക്കുളച്ച് വീഡിയോ കോൾ വിളിക്കണത്? അതേടാ കള്ള. അയ്യോ എനിക്കിതിനെ വേണ്ട. എന്തടാ ഒരു കുഴപ്പം? നല്ലൊരു കൊച്ചല്ലേടാ. നല്ല കൊച്ചൊക്കെ തന്നെ, നല്ല പ്രായം ഉണ്ടാ ഇതിന്. എനിക്ക് പ്രായമുള്ളവരെ ഞാൻ എങ്ങനെ കെട്ടു? നീലി പറഞ്ഞ വീഡിയോ കോളിൽ കണ്ടെന്ന് അപ്പൊ നീ കണ്ടില്ലായിരുന്ന ഈ മുഖം? അതെങ്ങനെ ഇരുട്ടത്ത് പുതപ്പ് മൂടി താണ്ട കണ്ണ് മാത്രമേ കാണൂ, പ്രായം അറിയാൻ പറ്റൂല. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പോവാ, ബോംബെക്ക് പോവാ. അതിന് പൊക്കോളാമായിരിക്കാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനെ അങ്ങ് തിരിച്ചയക്കാമോ? എടാ തിരിച്ചയക്കാനായിട്ട് നീ ആമസോണിൽ ഓർഡർ ചെയ്ത കൊറിയർ അല്ല ഞാൻ. നീ വിളിച്ചിട്ട് വന്നത്. ഞാൻ നിന്നെ കൊണ്ടേ പോകൂ കണ്ണാപ്പി. ഞാൻ പറയാം നല്ല പ്രായമുണ്ട്, നമ്മൾ സെറ്റ് ആവൂലെന്ന്. തെറ്റാവത്തില്ലേ? തെറ്റാവും. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കണ്ണാപ്പി, നീ വേണം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലായി. നിങ്ങൾ പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അവൻ പറയണത്. ഒരു കാര്യം ചെയ്യ്, മാമിയുടെ വീട്ടിൽ പോ. പ്രായം ഒന്നും ഒരു വിഷയമല്ല എന്റെ കണ്ണാപ്പി. സച്ചിൻ ടെണ്ടുൽക്കർ കെട്ടിയേക്കണത് പ്രായമുള്ള ഒരു ചേച്ചീനല്ലേ? ആണ്. അഭിഷേക് ബച്ചൻ കെട്ടിയേക്കണത് അവരെക്കാളും പ്രായമുള്ള ഒരു ചേച്ചീനല്ലേ? ആണ്. ഇന്നത്തെ കാലത്ത് പ്രായമൊന്നും ഒരു വിഷയമല്ലെന്ന് ഇതൊക്കെ അറിയാല്ലയോ? ഇങ്ങനത്തെ ഉള്ള സന്ദർഭങ്ങളിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി 2 പേര് ഞാൻ പഠിച്ചു വച്ചേക്കുമല്ലേ. അപ്പൊ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് വന്നിരിക്കും ആ ചാട്ടി. ഇതാണെന്നറിയാമോ? ഭയങ്കര കുരുവായി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ. നീ ആവശ്യമില്ലാത്ത ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ സാധനം കാണാൻ അറിയാൻ പറ്റൂല. നീ എങ്ങനെയാലും ഇതിനെ ഒന്ന് ഒഴിവാക്കണം. ഒഴിവാക്കി തരാം. അതുകൊണ്ടോ കത്തിയൊക്കെ കൊണ്ട് കൊല്ലാനുള്ളവരൊക്കെ തോന്നല്ലേ. ഇത് മുറുക്കാൻ ടീമടെ ഒന്ന് മുറുക്കാടാ കള്ള വാടാ. നീ വരി. നീ മുറുക്കൂടാ. പിന്നെ ഞാൻ മുറുക്കന്റെ ആളല്ലേ. പിന്നെ നീ തകർക്കുന്ന ഞാൻ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ 2 പെഗ് അടിക്കും, അതുപോലെ മുറുക്കാൻ തിന്നും. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഒന്നും വേണ്ട. പിന്നെ ആ ചെറുക്കൻ ആ ശീലങ്ങളൊന്നുമില്ല. അവനില്ല. അവൻ അങ്ങനത്തെ ശീലങ്ങളൊന്നും ഒന്നും ഒരു പരിപാടി അവനില്ല. നിനക്ക് എല്ലാ ശീലമുണ്ട്. പിന്നല്ലേ നമ്മളല്ലേ ഒരേ വൈബ്. അങ്ങ് വരെയാണല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ നീ നിന്റെ കൂടെ നീ എന്നെ നിന്റെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ നിന്റെ ചാറ്റ് മൊത്തം എന്റെ കയ്യിലുണ്ട്. സോഷ്യൽ മീഡിയയിലിട്ട് ഞാൻ നാറ്റിക്കും. എന്റെ ഫോണിലുണ്ടാ. ആ ഫോൺ അടിച്ചു പൊട്ടിച്ചാ തീരാന്ന് വിഷയല്ലേ ഉള്ളു. അങ്ങനെ തീരൂല. ഇതെല്ലാം കൂടി 24 ശ്രീകണ്ഠൻ നായർ സാറിന്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നാളെ കാലത്ത് തന്നെ പുള്ളി കൊടുക്കും. നമസ്കാരം. എന്റെ കണ്ണാപ്പി അതിൽ വിട്ട് നീ എന്തെങ്കിലും ന്യൂസിൽ പോകും. ഞാൻ ഭയങ്കരമായിട്ട് തോന്നിയാസേ പറഞ്ഞിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒഴിവാക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഒരു അടവെടുക്കാം. എന്തോ നിനക്കൊരു മാറാ രോഗം ഉണ്ടെന്ന് പറയുന്നു. കിടുക്ക് ഏഴ്സാണെന്ന് പറയട്ടെ. അങ്ങനെയൊന്നും പറയരുത്. വേറെ എന്തെങ്കിലും പറ. വേറെ എന്ന് പറഞ്ഞാൽ നിനക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ലെന്ന് പറയാം. അത് പറയാം. അത് നല്ലതാണ്. അവിടെ മുറുക്ക് തുടങ്ങി. അമ്മച്ചി, പൊന്നൂച്ചി, പൊന്നു ചേച്ചി, അതായത് എനിക്ക് കെട്ടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് എന്റെ പൊന്നിന്. എനിക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവൂലോ. എന്തിനാ
എന്തിനാടാ കണ്ണാപ്പി നീ വിഷമിക്കണത്? എന്നെ കെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് കൊച്ചിന് കൊച്ചുമായി, ഭാര്യക്ക് ഭാര്യയായി, ഒരു അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയായി. പോടാ അവിടുന്ന് പോടാ. എന്നെ നീ എന്തായാലും ബോംബെക്ക് കൊണ്ടുപോകണം മോനെ, അല്ലാതെ നിന്നെ ഞാൻ വിടില്ല വിടില്ല വിടില്ല. ഞാൻ പറയണ എനിക്ക് നിങ്ങളെ വേണ്ട. നീ പ്രായമാണോ അല്ല, നീ എന്തായാലും ഒന്ന് പറയണേ. ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും എന്നെ കെട്ടാനാണെങ്കിൽ പൈസ പോലും ഇല്ല. മക്കളെ ഇവിടെ അടുത്ത ATM ഉണ്ടോടാ? എടാ പൈസ ടീമടാ. പിന്നെ അതിനല്ലത് പഞ്ചായത്തിന്റെ പെൻഷൻ വന്ന് കാണും. ഇതിലൊക്കെ തീറ്റി പോറ്റണ്ടേ നമുക്ക്? അപ്പൊ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല, നേരെ എഴുതിക്കോ, കാർത്തിക 27 വയസ്സ്. അത് അങ്ങനെ ആയിരിക്കൂല, കാർത്തിയായനി 72 വയസ്സായിരിക്കും. എടാ ഞാൻ എന്റെ കൊച്ചുമോളുടെ വയസ്സാണ് പറഞ്ഞത്. കൊച്ചുമോടെ വയസ്സ് എന്തിനാ ഇവിടെ പറയണത്? എടാ പ്രാന്ത, ഇത്രയും നാള് നിനക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഞാനല്ല, എന്റെ കൊച്ചുമോളാ. കൊച്ചുമോളാ? ആ അപ്പൊ നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? എടാ നീ നല്ലവനാണോ പന്നനാണോ എന്നറിയാൻ വേണ്ടിട്ട് എന്നെ പറഞ്ഞയച്ചതല്ലേ? ആണല്ലേ? അപ്പൊ എന്തോ മനസ്സിലായി എന്നെ കുറിച്ച്? എന്റെ കൊച്ചിനെ പറ്റിയ ചടക്കം തന്നെ നീ നല്ലവൻ, നീ വെറും പന്നൻ. പോടാ. അപ്പൊ നമുക്ക് അങ്ങ് വീട്ടിലോട്ട് പോയാലോ? വീട്ടിലേക്ക് പോവാം. എത്ര ചെറുമക്കളുണ്ട്? 2 പേര്. അപ്പൊ എനിക്കും സെറ്റ്. അമ്മൂമ്മ വാ, വീട്ടിലോട്ട് വാ. അമ്മൂമ്മ, അയ്യോ എന്റെ മുറുക്കാന്. നിങ്ങൾക്ക് നല്ല മധുരം പുറക്കാൻ ഞാൻ മേടിച്ചു തരും. വീടാ ഈടല്ല, പോടാ. പോടാ.